നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മലക്കപ്പാറയിൽ കാട്ടാന ആക്രമണം. കാട്ടാന ചായക്കട തകർത്തു. മലക്കപ്പാറ സ്വദേശി മുരുകന്റെ ചായക്കടയാണ് തകർത്തത്. തൃശൂരിൽ ട്രെയിൻ യാത്രക്കാരൻ ആംബുലൻസ് എത്താൻ വൈകിയതിനെ തുടർന്ന് മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി ഇന്റലിജൻസ് മേധാവി. ADGP P. വിജയനാണ് റെയിൽവേ പോലീസ് SP ഷഹിൻ ഷായോട് റിപ്പോർട്ട് തേടിയത്. വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം ചാഞ്ചക്കം ചിഞ്ചക്കം ആഘോഷിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. മലക്കപ്പാറയിൽ കാട്ടാന ആക്രമണം. കാട്ടാന ചായക്കട തകർത്തു. മലക്കപ്പാറ സ്വദേശി മുരുകന്റെ കടയാണ് തകർത്തത്. പുലർച്ചെ 5 ആനകളടങ്ങുന്ന കൂട്ടമെത്തി കടയുടെ മുൻഭാഗം തകർത്ത് കടയ്ക്കുള്ളിലേക്ക് കയറി. ആക്രമണത്തിൽ കട പൂർണ്ണമായും തകർന്നു. തൃശൂരിൽ ട്രെയിൻ യാത്രക്കാരൻ ആംബുലൻസ് എത്താൻ വൈകിയതിനെ തുടർന്ന് മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി ഇന്റലിജൻസ് മേധാവി ADGP P. വിജയൻ റെയിൽവേ പോലീസ് SP ഷഹിൻ ഷായോടാണ് റിപ്പോർട്ട് തേടിയത്. സംഭവത്തിൽ ശ്രീജിത്തിനെ ആദ്യം പരിചരിച്ച ഡോക്ടറുടെയും സുഹൃത്തിന്റെയും ആദ്യം കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെയും മൊഴിയെടുത്തു. കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെയാണ് ആംബുലൻസ് എത്താൻ വൈകിയതിനെ തുടർന്ന് ചാലക്കുടി മാരാംകോട് ആദിവാസി ഉന്നതിയിലെ ശ്രീജിത്ത് ഹൃദയാഘാതം മൂലം മരിച്ചത്. വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം ചാഞ്ചക്കം ചിഞ്ചക്കം ആഘോഷിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കുട്ടികൾക്ക് തടസ്സരഹിതമായ ജീവിതം ഉറപ്പു നൽകണം എന്നുള്ളതാണ് തീർച്ചയായും സാമൂഹ്യനീതി വകുപ്പിന്റെ കാഴ്ചപ്പാട്. മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ കർമ്മ മേഖലകളിലേക്കും തട്ടും തടവുമില്ലാതെ ആത്മവിശ്വാസത്തോടെ കടന്നു വരാൻ നമ്മുടെ മക്കൾക്ക് അവസരം ഒരുക്കണം. ഇവിടെ ഇപ്പോൾ പാട്ട്, ഡാൻസ്, കലാപരിപാടികൾ അതൊക്കെ തന്നെ ഒരു തരം തെറാപ്പിയാണ്. സമൂഹത്തിലേക്ക് ഉൾച്ചേർന്നുകൊണ്ട് ഏതൊരു മനുഷ്യരെയും പോലെ ഇടപെടാനുള്ള സാഹചര്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുമ്പോഴാണ് അവരുടെ നിലയിൽ നല്ല മാറ്റം ഉണ്ടാകുന്നത്, പോസിറ്റീവായ മാറ്റം ഉണ്ടാകുന്നത്. കഴിയാത്തതായി ഒന്നുമില്ല, അസാധ്യമായി ഒന്നുമില്ല. ചെവി കേൾക്കാനോ സംസാരിക്കാനോ കണ്ണ് കാണാനോ പറ്റാതിരുന്ന ഹെലൻ കെല്ലർ കണ്ണും കാണില്ല, ചെവി കേൾക്കില്ല, സംസാരിക്കാനും പറ്റില്ല. അങ്ങനെയുള്ള ഹെലൻ കെല്ലറാണ് ലോകം മുഴുവൻ സഞ്ചരിച്ച് നമ്മുടെ ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളെ കുറിച്ച് ഏറ്റവും അധികം പ്രചാരണം നടത്തിയിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ബാലസാഹിത്യകാരൻ CP പള്ളിപ്പുറം മുഖ്യാതിഥിയായിരുന്നു. വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രസന്ന അനിൽകുമാർ, അസ്മ ബി ലത്തീഫ്, സുരേഷ് അമ്മാനത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുമിത ദിലീപ്, ഖാദർ പട്ടേപ്പാടം എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. എല്ലാവരും തങ്ങളുടെ കഴിവുകൾ പ്രകടമാക്കി ഈ വേദിയെ പ്രമുഖ സൈക്കോളജി കൗൺസിലറും സാമൂഹ്യ പ്രവർത്തകനുമായ കരൂപ്പടന്ന സ്വദേശി അൻസാർ അബ്ബാസിന് സൈക്കോളജിയിൽ ഹോണററി ഡോക്ടറേറ്റ്. ഹൈദരാബാദിലെ ഡേ സ്പ്രിംഗ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് ഡോക്ടറേറ്റ് നേടിയത്. ഒക്ടോബർ 11-ന് മധുരയിലെ പ്രസിഡൻസി ഹാളിൽ നടന്ന ചടങ്ങിൽ സർവകലാശാല വൈസ് ചാൻസലർ ഹമൂസ് ജെയിംസിൽ നിന്നും അൻസാർ അബ്ബാസ് ഡോക്ടറേറ്റ് ഏറ്റുവാങ്ങി. സാമൂഹിക മാനസികാരോഗ്യ രംഗത്തെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. വർഷങ്ങളായി സൈക്കോളജി, കൗൺസിലിംഗ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അൻസാർ അബ്ബാസ് വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങളിൽ ശാസ്ത്രീയമായ ഇടപെടലുകൾ നടത്തുന്നതിൽ ശ്രദ്ധേയനാണ്. ഓൾ കേരള മെന്റലിസ്റ്റ് ആൻഡ് മജീഷ്യൻസ് അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹിയായ അൻസാർ അബ്ബാസ് മെന്റലിസം രംഗത്ത് 2 ലോക റെക്കോർഡ് നേടിയിട്ടുണ്ട്. മുൻപ് ഭാരത് സേവ പുരസ്കാരത്തിനും അർഹനായിട്ടുണ്ട്. വിവിധ മേഖലകളിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് ഈ ഡോക്ടറേറ്റും ലഭിക്കുന്നത്. എറിയാട് കൊച്ചിക്കപ്പറമ്പിൽ അബ്ബാസിന്റെയും നജ്മയുടെയും മകനാണ്. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സിന്റെ മുന്നോടിയായി സെമിനാർ സംഘടിപ്പിച്ചു. സ്ത്രീ ശാക്തീകരണവും വർത്തമാനകാല കേരള സമൂഹവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ മുൻ വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അത്ര ശാക്തീകരണം സ്ത്രീകൾക്കുണ്ടായോ ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? പറഞ്ഞത് കുറച്ച് ചോദ്യങ്ങളാണ്. എന്താണെന്നോ
അതിൻ്റെ പറഞ്ഞത് കേരള സമൂഹത്തിലെ സ്ത്രീ ശാക്തീകരണം. അപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിനും സമൂഹവും തമ്മിലല്ല ബന്ധം. അപ്പോൾ കേരള സമൂഹത്തിൽ സ്ത്രീ ശാക്തീകരണം എങ്ങനെയായിരുന്നു? രണ്ടാമത്തെ കേരളത്തിൽ പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റു പ്രദേശങ്ങളിലുള്ള സമൂഹങ്ങളിൽ കേരളത്തിൽ അത്രയും സ്ത്രീ ശാക്തീകരണം നടന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയൊന്നും പറഞ്ഞില്ല. ഇത് നമ്മൾ അപ്പോഴാണ് കേരള സമൂഹത്തിലെ ശാക്തീകരണത്തിന്റെ പ്രത്യേകത മനസ്സിലാവുക. പുത്തഞ്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് AP വിദ്യാധരൻ, AN രേണുക, KS സുരേഷ്, TK സന്തോഷ്, ആൻഡോ മാർട്ടിൻ എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ ബ്ലൂ മാക്സ് കലാക്ഷേത്ര വാദ്യനൃത്ത സംഗീത കലാലയം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി റോമി ബേബി, സ്വാഗതം ആശംസിച്ച ശ്രീമതി വിജിത ദിലീപ്, തീർത്ഥ ഗോവിന്ദ്, വിശിഷ്ടാതിഥിയായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ദൃശ്യ ആവിഷ്കാരം നടത്തുന്ന ശ്രീ അരവിന്ദ്, മെമ്പർമാരായിട്ടുള്ള രേണു ചേച്ചി, രമാരാഘവൻ, EN രാജേഷ്, പത്മിനി ചേച്ചി, ശ്രീമതി മറിയം ടീച്ചർ. പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഐഡിയ സ്റ്റാർ സിംഗർ വിന്നർ അരവിന്ദ് നായർ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ രേണുക രവീന്ദ്രൻ, പഞ്ചായത്ത് അംഗം പത്മിനി ഗോപിനാഥ്, പുത്തഞ്ചിറ GVHS പ്രധാനാധ്യാപിക മറിയം, ബ്ലൂമാക്സ് കലാലയ പ്രിൻസിപ്പൽ വിജിത ദിലീപ്, ബിജു അമ്പഴക്കാടൻ, നീരജ ദിലീപ്, സുഭാഷ് കടുപ്പശ്ശേരി, ദിലീപ് ബ്ലൂമാക്സ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാഭ്യാസ അവാർഡ് വിതരണം, ചികിത്സാ സഹായ വിതരണം, കലാകാരന്മാരെ ആദരിക്കൽ എന്നിവ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലക്കപ്പാറയിൽ കാട്ടാന ആക്രമണം. കാട്ടാന ചായക്കട തകർത്തു. മലക്കപ്പാറ സ്വദേശി മുരുകന്റെ ചായക്കടയാണ് തകർത്തത്. തൃശൂരിൽ ട്രെയിൻ യാത്രക്കാരൻ ആംബുലൻസ് എത്താൻ വൈകിയതിനെ തുടർന്ന് മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി ഇന്റലിജൻസ് മേധാവി. ADGP P വിജയനാണ് റെയിൽവേ പോലീസ് SP ഷഹിൻ ഷായോട് റിപ്പോർട്ട് തേടിയത്. വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം ചാഞ്ചക്കം ചിഞ്ചക്കം ആഘോഷിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.